നമസ്കാരം. ഞാൻ അനിൽ, ട്രാൻസ്ഗ്രിഡ് ചീഫ് എഞ്ചിനീയർ ഓഫീസിൽ സിവിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാണ്. ബഹുമാനപ്പെട്ട CMDയുടെ നിർദ്ദേശപ്രകാരം ആരംഭിച്ച യൂട്യൂബ് ഇനിഷ്യേറ്റീവിലേക്ക് ട്രാൻസ്മിഷൻ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന എഞ്ചിനീയേഴ്സിന് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ഞാൻ ഇതിന്റെ ഭാഗമായി ഞാൻ അവതരിപ്പിക്കുകയാണ്. ട്രാൻസ്മിഷൻ കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വളരെയധികം, പ്രത്യേകിച്ചും ഇലക്ട്രിസിറ്റി ബോർഡിൽ വളരെയധികം പ്രാമുഖ്യമുള്ള ഒരു മേഖലയാണ്. പ്രസ്തുത മേഖലയിൽ ഒരേ സമയം ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാരുടെയും സിവിൽ എഞ്ചിനീയർമാരുടെയും ശ്രദ്ധ ഉണ്ടായാൽ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്മിഷൻ കൺസ്ട്രക്ഷൻ പ്രോഗ്രാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് രണ്ട് എഞ്ചിനീയറിംഗ് മേഖലയും ഒരുമിച്ച് വിൻവിന്നായി വർക്ക് ചെയ്യേണ്ട ആവശ്യകത ഞാൻ ഇതിൽ പറയുന്നത് എന്ന് കരുതിയാൽ, ഒരു ട്രാൻസ്മിഷൻ കൺസ്ട്രക്ഷൻ പ്രൊജക്ടിന്റെ 30% കോസ്റ്റും ഇൻവോൾവ് ചെയ്യപ്പെടുന്നത് അതിന്റെ ഫൗണ്ടേഷനിലാണ്. 70% കോസ്റ്റ് ഇൻവോൾവ് ചെയ്യപ്പെടുന്നത് അതിന്റെ മറ്റ് ഫാബ്രിക്കേഷൻ, ടവർ ഡിസൈൻ, ടവർ മേഖലകളിലേക്ക്. അപ്പം 30% കോസ്റ്റ് ഇൻവോൾവ് ചെയ്യുന്ന ഫൗണ്ടേഷൻ, അതിന്റെ ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗ് അറിയുന്ന സിവിൽ എഞ്ചിനീയേഴ്സ് ഉണ്ടെങ്കിൽ ആ മേഖലയിൽ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഡിസൈൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഒരു ട്രാൻസ്മിഷൻ പ്രൊജക്ടിന്റെ മർമ്മപ്രധാനമായ ആദ്യത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ, ഉദാഹരണമായി പറഞ്ഞാൽ, നമുക്ക് മൈലാട്ടിയിൽ നിന്നും മാടകത്തറ വരെ ഒരു 220/110 kV ട്രാൻസ്മിഷൻ ലൈൻ കൺസ്ട്രക്ട് ചെയ്യണമെന്ന് നമ്മൾ ചിന്തിച്ചാൽ, ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അതിന്റെ ആ സൈറ്റിന്റെ ടോപ്പോഗ്രഫിക്കൽ സർവേ നടത്തും. ആ ടോപ്പോഗ്രഫിക്കൽ സർവേയിൽ നിന്ന് നമുക്ക് ആ നമ്മുടെ റൂട്ട് പോകുന്ന ലൈനിന്റെ ടോപ്പോഗ്രഫിയും കിട്ടും. അതുപോലെ അതിന്റെ അകത്ത് അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അഡ്ജസന്റ് സ്ട്രക്ചേഴ്സിനെ പറ്റിയുള്ള വിവരം കിട്ടും, ഭൂവിനിയോഗത്തിനെ പറ്റിയുള്ള വിവരം കിട്ടും, ലാൻഡിന്റെ സ്വഭാവത്തിനെ പറ്റിയുള്ള വിവരം കിട്ടും. ഇത്രയും വിവരങ്ങളിൽ നിന്ന് രണ്ട് ഡിസിപ്ലിനിലെ എഞ്ചിനീയേഴ്സിനും ഒരുപാട് ഇൻഫർമേഷൻസ് ആണ് ആ ഒരൊറ്റ സർവേയിൽ നിന്ന് ലഭിക്കുന്നത്. അതിൽ രണ്ട് എക്സ്പേർട്ടസും, എന്നാൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ട്രാൻസ്മിഷൻ ടവർ ഡിസൈൻ അറിയപ്പെടുന്ന ഒരു എഞ്ചിനീയറിംഗ് എക്സ്പേർട്ട്നെസ്സും ട്രാൻസ്മിഷൻ ടവർ ഫൗണ്ടേഷൻ ഡിസൈനെ പറ്റി അറിയുന്ന ഒരു എക്സ്പേർട്ട്നെസ്സും ഒരുമിച്ചിരുന്ന് വിൻവിന്നായി ചർച്ച ചെയ്ത് സൈറ്റ് ത്രൂ ഔട്ട് സ്റ്റഡി ചെയ്ത് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ അനലൈസ് ചെയ്ത് കൃത്യമായ രീതിയിൽ അത് ടവർ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് കോസ്റ്റും ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ പ്രോഗ്രാമും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്താണ് അതിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 220/110 kV ടവറിനെ ഞാൻ എടുത്തു പറയാൻ കാരണം, നമ്മൾ ട്രാൻസ്ഗ്രിഡിൽ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തരം ടവർ ആണ് ഈ 220/110 kV ടവർ. എന്നുവെച്ചാൽ നമുക്ക് 220/110 kVയുടെ വോൾട്ടേജ് ലെവലിലുള്ള ലൈൻ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്ന ടവറാണ്. ആ ടവറിലെ ഒരു ടവറിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നിയർലി 30 lakhs to 50 lakhs ഡിപ്പെൻഡിങ് ഓൺ ദ ഫൗണ്ടേഷൻ, സോയിൽ സ്ട്രാറ്റ ഒക്കെ ആയിട്ട് ഒരു ടവറിന് നമുക്ക് ചെലവാകുന്ന കോസ്റ്റ് 30 മുതൽ 50 ലക്ഷം രൂപ വരെയാണ്. ചിലപ്പോൾ അത് പൈൽ ഫൗണ്ടേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അത് 1 കോടി രൂപ വരെ കടന്നു പോകും. അപ്പൊ അങ്ങനെ അത്രയും കോസ്റ്റിംഗ് ഉള്ള ഒരു ടവർ നമ്മൾ അൺവാണ്ടഡ് ആയിട്ട് സ്പോട്ട് ചെയ്യപ്പെട്ടു പോയാൽ ഇലക്ട്രിസിറ്റി ബോർഡിന്റെയും പബ്ലിക്കിന്റെയും നിയർലി 50 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ നഷ്ടപ്പെടാനിടയാകും. അപ്പോ ഇത് രണ്ട് ഡിസിപ്ലിനുള്ള എക്സ്പേർട്സും
ഒരുമിച്ചിരുന്ന് ബ്രെയിൻ സ്റ്റോമിംഗ് നടത്തി സ്പോട്ട് ചെയ്താൽ നമുക്ക് 1 കോടി രൂപ വരെ ഒരു ടവർ ഒഴിവാക്കിയാൽ സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ മാടക്കത്തറ മുതൽ മയിലാട്ടി വരെ നമ്മൾ ടവർ ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയർലി ഒരു 600-700 ടവർ ഉണ്ടാവും. അതിൽ നല്ല രീതിയിലുള്ള ഡീറ്റെയിൽഡ് എഞ്ചിനീയറിംഗ് നടത്തി 2 ഡിസിപ്ലിനിലുള്ളയും എക്സ്പേർട്ട്നെസ് ആണ് ടവർ സ്പോട്ട് ചെയ്യുന്നത് എങ്കിൽ നമുക്കൊരു 10% ടവറെങ്കിലും സേവ് ചെയ്യാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. 10% ടവർ സേവ് ചെയ്യുക എന്ന് വെച്ചാൽ 600 ടവറിൽ നിന്ന് 10% ടവർ സേവ് ചെയ്യുക എന്ന് വെച്ചാൽ 60 ടവറെങ്കിലും സേവ് ചെയ്യാൻ സാധിക്കും. 60 ടവർ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ അതിന്റെ കോസ്റ്റിംഗ് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോ ഇതിൽ എന്താണ് ഞാൻ ഇതിൽ ഊന്നൽ കൊടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടവർ സ്പോട്ടിംഗ് എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റിയാണ്. പക്ഷേ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ എഞ്ചിനീയറിംഗ് വിങ് പ്രസന്റ്ലി അതിൽ എത്ര ഊന്നൽ നൽകിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതായത് അതിൽ എന്തുകൊണ്ടാണ് ഒരു സിവിൽ എഞ്ചിനീയേഴ്സിന്റെ ഇൻവോൾവ്മെന്റ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമുക്ക് ഈ പർപ്പസിന് ഈ പർപ്പസ് തന്നെ എടുക്കാം. മയിലാട്ടി ടു മാടക്കത്തറ 220/110 kV ലൈൻ. ഈ ലൈൻ കടന്നു പോകുന്നത് കുറെ മലമ്പ്രദേശങ്ങളിലൂടെ കടന്നു പോകും, കുറെ പാടത്തൂടെ കടന്നു പോകും, കുറെ ചെമ്മീൻകെട്ടിലൂടെ കടന്നു പോകും. അങ്ങനെ പല രീതിയിലുള്ള ഭൂമിയുടെ സ്വഭാവത്തിനനുസരിച്ചാണ് അതിനെയൊക്കെ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ലൈൻ മയിലാട്ടിയിലെത്തുന്നത്. അപ്പോ ഒരേ സ്വഭാവമുള്ള ടവറാണ് നമ്മൾ അതിൽ വരാവുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആകെ 220/110 kV ലൈനാണ് കൊണ്ടുപോകേണ്ടത് എന്ന് വിചാരിച്ചിട്ട് 220/110 kV ലൈനിന് ഒരേ സ്വഭാവമുള്ള ടവർ ഡിസൈൻ ചെയ്ത് വച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സ്വഭാവമുള്ള ടവറാണ് ഇതിന് മുഴുവനായിട്ട് ഉപയോഗിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇതിൽ ഹില്ലി ഏരിയ ഉണ്ട്, പ്ലെയിൻ ഏരിയ ഉണ്ട്, പിന്നെ അങ്ങനെ പല. അപ്പൊ ടവറിൽ നമുക്ക് പലവിധ ക്ലാസിഫിക്കേഷൻസ് ഉണ്ടാക്കാം. നിലവിൽ ട്രാൻസ്ഗ്രിഡിൽ തന്നെ നാരോ ബേസ്ഡ് ടവർ ഉണ്ട്. ഒരേ പർപ്പസിൽ തന്നെ നാരോ ബേസ്ഡ് ടവർ ഉണ്ടാക്കാം, വൈഡ് ബേസ്ഡ് ടവർ ഉണ്ടാക്കാം. എന്തുകൊണ്ടാണ് നാരോ ബേസും വൈഡ് ബേസും ടവർ ഉണ്ടാക്കേണ്ട ആവശ്യകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന മൾട്ടി സർക്യൂട്ട് മൾട്ടി വോൾട്ടേജ് ലൈൻ ഉദാഹരണമായിട്ട് 220/110 kV KLA സീരീസ്, KL സീരീസ് ABCD എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ള അവസരം കിട്ടുമ്പോൾ അതിന് പറയാം. A എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ ടവറും BCD ടെൻഷൻ ടവേഴ്സും ആണ്. ഡിപ്പെൻസ് ഓൺ ഡീവിയേഷൻ ആംഗിളിനെ ബന്ധപ്പെട്ടാണ് അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ABCD എന്നുള്ള 4 കാറ്റഗറിയിലുള്ള ടവർ KL സീരീസിലുണ്ടാക്കി. അത് നാരോ ബേസ് ടവറാണ്. ഇപ്പൊ നാരോ ബേസ് എന്ന് പറഞ്ഞാൽ ഒരു KL സീരീസ് ടവറിന്റെ ആവറേജ് ഫൗണ്ടേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാല് 1200 ടണ്ണാണ്. ഒരു KL സീരീസിന്റെ ഗ്രൗണ്ടിലേക്ക് വരുന്ന ഒരു കാലിൽ വരുന്ന റിയാക്ഷൻ 300 ടണ്ണും 4 കാലിലേക്ക് വരുന്ന റിയാക്ഷൻ 4 × 300 1200 ടണ്ണാണ്. പക്ഷേ നമ്മുടെ ടവറിന്റെ വെയിറ്റ് ഒരു 27 ടണ്ണ് മുതൽ 37 ടണ്ണ് വരെ ഉണ്ടാവുള്ളൂ. അതിന്റെ എത്രയോ ഇരട്ടിയാണ് ആ പർട്ടിക്കുലർ ടവർ ഗ്രൗണ്ടിൽ കൊടുക്കുന്ന സ്ട്രെസ്. എന്ന് വെച്ചാൽ ആ ടവറിൽ ഇമ്പോസ് ചെയ്യപ്പെടുന്ന സൂപ്പർ ഇമ്പോസ് ലോഡ് കൂടി കൺസിഡർ ചെയ്ത് അതിന്റെ അൾട്ടിമേറ്റ് റെസിജ്വൽ റിയാക്ഷൻ ആണ് നമ്മൾ ഫൗണ്ടേഷൻ കൊണ്ട് അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ 1200 ടണ്ണുള്ള ഒരു ടവർ എർത്തിൽ നമ്മൾ പ്രോപ്പറായി ഫൗണ്ട് ചെയ്യണമെങ്കിൽ നല്ലൊരു ഫൗണ്ടേഷൻ ഡിസൈൻ അതിനാവശ്യമാണ്. അപ്പോ ഈ KL സീരീസ് ടവർ നാരോ ബേസ് ആയാൽ ഏതൊരു ലോഡും ഒരു ചുരുങ്ങിയ ഏരിയയിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ ആ ഏരിയ അനുഭവിക്കേണ്ട സ്ട്രെസ് കൂടുതലായിരിക്കും. എന്ന് പറഞ്ഞാൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ ആണല്ലോ. അപ്പം ഒരു യൂണിറ്റ് ഏരിയയിൽ കൂടുതൽ ലോഡ് കൊടുക്കപ്പെടുമ്പോൾ ആ യൂണിറ്റ് ഏരിയയിലുള്ള ഭൂമി കൂടുതൽ സ്ട്രെസ് അനുഭവിക്കേണ്ടി വരുന്നു. അതേസമയം ഇതേ പർപ്പസിലുള്ള ടവർ ഒരു വൈഡ് ബേസിലേക്ക് ലോഡ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ ഏരിയയിലുള്ള ഭൂമി അതിനനുസരിച്ചുള്ള കുറഞ്ഞ സ്ട്രെസ് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. അപ്പൊ നമ്മള് ട്രാൻസ്ഗ്രിഡിൽ തന്നെ KL സീരീസ് GL സീരീസ് എന്ന് പറഞ്ഞ KLA KLB KLC KLD എന്ന് പറഞ്ഞ നാരോ ബേസ് ടവറിനെ പോലെ തന്നെ നമ്മൾ GLA GLB GLC GLD വൈഡ് ബേസ്ഡ് ടവറും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ
KLS എന്ന് പറയുന്ന ഒരു ടവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ടവറുകളൊക്കെ ഒരേ പർപ്പസിന് വേണ്ടി ഡിസൈൻ ചെയ്തതാണ്. അതായത് KLABCD നാരോ ബേസ്ഡ് ടവറും GLABCD ഒരു വൈഡ് ബേസ്ഡ് ടവറും KLS എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ടവർ, വെരി നാരോ ബേസ്ഡ് ടവർ. അപ്പൊ ഈ 3 ടൈപ്പ് ടവറും ഒരേ പർപ്പസിന് വേണ്ടി എന്തിനാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 ടവറിന്റെയും ബാക്ക് ടു ബാക്ക് ഡിസ്റ്റൻസ് വ്യത്യസ്തമാണ്. എന്ന് വെച്ചാൽ KLS ടവറിന്റെ ബാക്ക് ടു ബാക്ക് ഡിസ്റ്റൻസ് ഒരു 5 മീറ്റർ വരുമെങ്കിൽ KLA ടവറിന്റെ ബാക്ക് ടു ബാക്ക് ഡിസ്റ്റൻസ് ഒരു 8 മീറ്റർ വരുമെങ്കിൽ GLA ടവറിന്റെ ബാക്ക് ടു ബാക്ക് ഡിസ്റ്റൻസ് ഒരു 10 മീറ്റർ 11 മീറ്റർ വരുമെങ്കിൽ, അപ്പോ ഈ ടവർ എന്തിനാണ് ബാക്ക് ടു ബാക്ക് ഡിസ്റ്റൻസ് വിവിധത്തിലാക്കി വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ കേരളത്തിലെ ഭൂമിയുടെ വിലയും ഭൂമി കിട്ടാനുള്ള ദൗർലഭ്യതയും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം ഇങ്ങനത്തെ ടവറുകള് കേരളത്തിന്റെ ഈ റൂട്ടിലെ വിവിധ ഭാഗങ്ങളിൽ ഇടുമ്പോൾ ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ലാൻഡ് കൺസ്ട്രെയിൻസ് ഉള്ള സ്ഥലത്ത് വൈഡ് ബേസ്ഡ് ടവർ ഇടുമ്പോൾ പബ്ലിക്കിന്റെ ഭാഗത്തു നിന്ന് വല്ലാത്ത എതിർപ്പുണ്ടാവും. അങ്ങനെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ നാരോ ബേസ്ഡ് ടവറുകൾ ഇടുന്നു. അതേസമയം നല്ല ചെമ്മീൻ കെട്ട് പോലെയോ ഉള്ള പാടങ്ങള് മറ്റു സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യാം, അവിടെ ലാൻഡിന് അത്ര കോസ്റ്റിംഗ് വരില്ല, അത്ര വലിയ പ്രതിരോധങ്ങൾ വരില്ല പബ്ലിക്കിന്റെ ഭാഗത്തുനിന്ന്. അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് വൈഡ് ബേസ്ഡ് ടവേഴ്സ് ഉപയോഗിക്കാം. അതേസമയം നല്ലൊരു മാർക്കറ്റിന്റെ ഉള്ളിൽ വളരെയധികം കൺജസ്റ്റഡ് ആയി പോപ്പുലേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു മാർക്കറ്റിന്റെ ഉള്ളിലോ ടൗണിന്റെ ഉള്ളിലോ ഇടേണ്ടി വന്നാൽ നമുക്ക് അവിടെ KLS ടവർ ഉപയോഗിക്കാം. അങ്ങനെ ലാൻഡ് കൺസ്ട്രെയിൻസിന് ബന്ധപ്പെട്ടാണ് ഈ 3 ടവറുകളും ഇപ്പോൾ സ്പോട്ട് ചെയ്യപ്പെടുന്നത്. ഇതിന്റെ കൂടെ ഫൗണ്ടേഷന്റെ ഭാഗത്ത് നോക്കിയാലും ആ ബെനിഫിറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. അത് പലപ്പോഴും എടുക്കപ്പെടുന്നതായി കാണുന്നില്ല. അതിന്റെ ബെനിഫിറ്റ് അപ്പോഴാണ് ടവർ സ്പോട്ടിംഗ് സമയത്ത് ഒരു സിവിൽ എഞ്ചിനീയറുടെ ആവശ്യകത ഞാൻ ഊന്നി പറയുന്നത്. അതായത് വൈഡ് ടവറുകൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ റിയാക്ഷൻ, അത് ഭൂമിക്ക് കൊടുക്കുന്ന സ്ട്രെസ് തുലം കുറവാണ്. നാരോ ബേസ്ഡ് ടവർ ചെയ്യുമ്പോൾ അത് ഭൂമിക്ക് കൊടുക്കുന്ന സ്ട്രെസ് തുലവും കൂടുതലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഭൂമിക്ക് കൊടുക്കുന്ന സ്ട്രെസ് കുറയുമ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ കോസ്റ്റും ആനുപാതികമായിട്ട് കുറയും. നാരോ ബേസ്ഡ് ടവർ ആകുമ്പോൾ ഭൂമിക്ക് കൊടുക്കുന്ന സ്ട്രെസ് കൂടുമ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ കോസ്റ്റും ആനുപാതികമായിട്ട് കൂടും. അപ്പോ നമ്മള് ഭൂമിയുടെ ടോപ്പോഗ്രഫിക്കൽ സർവേയുടെ കൂടെ തന്നെ നമ്മള് ഭൂമിയുടെ എർത്തിന്റെ സോയിൽ സ്വഭാവവും റാൻഡമായിട്ട് നമ്മൾ സോയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് ബിയറിംഗ് കപ്പാസിറ്റി അനലൈസേഷനും നടത്തുന്നുണ്ട്. അപ്പോഴേ നമ്മള് ഉദാഹരണമായിട്ട് ഒരു വേറെ സിവിൽ ഫൗണ്ടേഷൻ എക്സ്പേർട്ട്, ടവർ ഫൗണ്ടേഷൻ എക്സ്പേർട്ട് അല്ലാത്ത ഒരാള് ഒരു റോക്കി സ്ട്രാറ്റ കണ്ടു കഴിഞ്ഞാൽ, നല്ല റോക്കായിട്ടുള്ള സ്ഥലമാണ്, അവിടെ റോക്കി സ്ട്രാറ്റ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ന്യായമായിട്ടും നമ്മൾ എന്താണ് ചിന്തിക്കപ്പെടുക, അവിടെ നാരോ ബേസ് ടവർ വെച്ചാലും കുഴപ്പമില്ല, എത്ര വലിയ ലോഡ് അവിടെ കൊടുത്താലും അത് താങ്ങാൻ, ആ സ്ട്രെസ് കപ്പാസിറ്റി താങ്ങാനുള്ള കഴിവ് ആ റോക്കിനുണ്ട്. അവിടെ തെറ്റായ രീതിയിൽ ഒരു നാരോ ബേസ് ടവറാണ് സ്പോട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് 2 ദോഷമുണ്ട്. എന്തൊക്കെയാ ദോഷം? ഒരു നാരോ ബേസ്, നമ്മുടെ കൺസെപ്റ്റ് എന്തായിരുന്നു, നാരോ ബേസ് ടവറിന് എർത്തിൽ കൊടുക്കുന്ന സ്ട്രെസ് വളരെയധികം കൂടുതലാണ് എന്നാണ് നമ്മുടെ കൺസെപ്റ്റ്. അപ്പൊ ഈ റോക്ക് ആവുമ്പം ഹെവി സ്ട്രെസ് എടുക്കാൻ കപ്പബിൾ ആയിട്ടുള്ള ബാരിംഗ് കപ്പാസിറ്റി ഉള്ള സ്ഥലമാണ്. അപ്പോൾ ആ സെലക്ഷനിൽ എന്താണ് തെറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തെറ്റുമില്ല എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എർത്തില് നമ്മുടെ ടവറിന്റെ റിയാക്ഷനിൽ 4 സ്വഭാവങ്ങളുണ്ട്. ഒരു ടവറിന്റെ ഫൈനൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കംപ്രഷൻ ഫോഴ്സ് ഉണ്ടാവും. കംപ്രഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിക്ക് താഴോട്ട് കൊടുക്കുന്ന ഒരു ഫോഴ്സ്. അതായത് ടവർ ഇറക്ട് ചെയ്തപ്പോൾ മറ്റ് എല്ലാ സിവിൽ എഞ്ചിനീയറിംഗ് പ്രൊജക്റ്റുകൾക്കും ഉണ്ടാവുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മിക്കവാറും കംപ്രസീവ് ഫോഴ്സ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഇതിന്റെ വെയിറ്റ്
ഗ്രാവിറ്റി ഫോഴ്സ് കൊണ്ടും വെയിറ്റ് കൊണ്ടും നമ്മുടെ ഭൂമിയിലേക്ക് വരുന്ന സ്ട്രെസ്. പക്ഷേ ട്രാൻസ്മിഷൻ ടവറിൽ വിരുദ്ധമായിട്ട് ഈ കംപ്രഷൻ ഫോഴ്സിനോട് അനുസരിച്ച് അതേ മാഗ്നിറ്റ്യൂഡിൽ തന്നെ ഒരു അപ്ലിഫ്റ്റ് ഫോഴ്സും ഉണ്ടാവും. അതായത് അതേ മാഗ്നിറ്റ്യൂഡിലുള്ള ഒരു അപ്ലിഫ്റ്റ് ഫോഴ്സും ഈ ട്രാൻസ്മിഷൻ ടവറിനുണ്ടാവും. പിന്നെ ട്രാൻസ്മിഷൻ ടവറിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ ഒരു ഷിയർ ഉണ്ടാവും, ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലും ഒരു ഷിയർ ഉണ്ടാവും. ഇങ്ങനെ 4 ഫോഴ്സാണ് നമുക്ക് ഫൗണ്ടേഷനിലേക്ക് ഒരു ടവർ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഫൗണ്ടേഷനിൽ കൺസിഡർ ചെയ്യപ്പെടുന്ന ലോഡും ആ ലോഡാണ് നമ്മൾ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്തിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഈ റോക്ക് ഉള്ള സ്ഥലത്ത് ഒരു നാരോ ബേസ് ടവർ നമ്മൾ അവിടെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്രഷന്റെ കാര്യത്തിൽ ഇത് വളരെയധികം സേഫാണ്. പക്ഷേ അപ്ലിഫ്റ്റ് ഫോഴ്സ് റെസിസ്റ്റ് ചെയ്യിക്കണമെങ്കിൽ നമ്മൾക്ക് അപ്ലിഫ്റ്റ് ഫോഴ്സ് റെസിസ്റ്റ് ചെയ്യാൻ ആകെ മാർഗം എന്താണ്? കൗണ്ടർ വെയിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ റോക്കിൽ കൗണ്ടർ വെയിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. എന്ന് വെച്ചാൽ കൗണ്ടർ വെയിറ്റ് ഉണ്ടാക്കണമെങ്കിലും ഈ റോക്ക് ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾക്ക് ഉദാഹരണമായിട്ട് ഒരു KL സീരീസ് ടവർ ആണെങ്കിൽ അതിന്റെ ഒരു ലെഗിൽ നിയർലി 200 ടൺ കൗണ്ടർ വെയിറ്റ് വരും, അപ്ലിഫ്റ്റ് ഫോഴ്സ് വരും ഒരു ലെഗിൽ. അപ്പൊ 4 ലെഗിലും കൂടി 800 ടൺ വേണം. ഈ 200 ടൺ അപ്ലിഫ്റ്റ് ഫോഴ്സും അതിന്റെ കൂടെ ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടുള്ള ട്രാൻസ്വേഴ്സും ലോഞ്ചിറ്റ്യൂഡിനൽ ഷിയേഴ്സും കൊണ്ടുണ്ടാവുന്ന മൊമെന്റും കൂടി നമുക്ക് എന്ത് ചെയ്യണം? അറസ്റ്റ് ചെയ്യേണ്ടതായിട്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഈ റോക്കിൽ ഇത് വൈഡ് ബേസ്ഡ് ടവർ ആയിരുന്നെങ്കിൽ ഇതൊക്കെ ആവശ്യമാണ്. പക്ഷെ വൈഡ് ബേസ്ഡ് ടവർ ആണെങ്കിൽ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് നാരോ ബേസിനേക്കാളും കുറവായിരിക്കും. അപ്പൊ ഇത് അറിയാതെ നമ്മളൊരു റോക്കാണെന്ന് കരുതി അവിടെ നാരോ ബേസ് സ്പോട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിന്റെ ഫൗണ്ടേഷൻ കോസ്റ്റ് എന്തുകൊണ്ടാക്കാം? കൗണ്ടർ വെയിറ്റ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ ഇത് റോക്കിലേക്ക് ആങ്കർ ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? റോക്ക് ബ്രേക്ക് ചെയ്ത് അതിൽ കോൺക്രീറ്റ് ചെയ്ത് നിറയ്ക്കണം. അപ്പൊ ഈ റോക്ക് എക്സ്കവേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ആങ്കറിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിലും ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഈ ആങ്കറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫൗണ്ടേഷൻ ആങ്കർ ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം? അതിന്റെ കൂടെ ഈ ചിമ്മിനി, ടവറിന്റെ ഫൗണ്ടേഷന്റെ ചിമ്മിനി, അതുപോലെ സ്റ്റബ്, ടവറിന്റെ ലാസ്റ്റ് വരുന്ന ആംഗിൾ പാർട്ടിനെയാണ് നമ്മൾ സ്റ്റബ് എന്ന് പറയുന്നത്. ആ സ്റ്റബിനും അപ്ലിഫ്റ്റ് സഫർ ചെയ്യുന്നത് കൊണ്ട് അതിന് സഫിഷ്യന്റ് കോൺക്രീറ്റ് ബോണ്ട് സ്ട്രെങ്ത് കിട്ടുന്ന രീതിയിലുള്ള പെനിട്രേഷൻ ലെങ്ത് കൊടുക്കണം. ഇതിനൊക്കെ കൂടി നമ്മൾ റോക്ക് എക്സ്കവേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. റോക്ക് എക്സ്കവേഷൻ എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ടൈം കൺസ്യൂമിങ് ആക്ടിവിറ്റിയാണ്, കോസ്റ്റ് ഇൻവോൾവിങ് ആക്ടിവിറ്റിയാണ്. അതുപോലെ തൊട്ടടുത്ത് എവിടെയെങ്കിലും വീടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ബ്ലാസ്റ്റിംഗ് സമയത്തൊക്കെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും അവർക്കുണ്ടാവാം. അപ്പൊ അത് നമ്മളൊരു നാരോ ബേസ് ടവറാണ് ചെയ്തതെങ്കിൽ അതിന്റെ ഇന്റൻസിറ്റി വളരെ കൂടുതലാണ്. പക്ഷെ അവിടെ നമുക്ക് ടവർ ഇടണം, അവിടെ ഒരു വൈഡ് ബേസ് ടവറായിട്ടതെങ്കിൽ ഈ റിയാക്ഷൻസ് ഒക്കെ നേരെ പകുതിയോളമാകും. അപ്പൊ പകുതിയോളമായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമുക്ക് ആനുപാതികമായിട്ടുള്ള എക്സ്കവേഷനും അറസ്റ്റിംഗ് മെത്തഡോളജി ഒക്കെ കുറയാം. അപ്പൊ അതാണ് ഇത് മനസ്സിലാക്കി ഒരു ഇലക്ട്രിക്കൽ ടവർ സ്പോട്ട് ചെയ്യുന്ന ഇലക്ട്രിക്കൽ എഞ്ചിനീയർ അദ്ദേഹത്തിന്റെ യുക്തിക്കനുസരിച്ച് അവിടെ സ്പോട്ട് ചെയ്യുമ്പോൾ അതിൽ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് വരാമെന്നുള്ള ഇൻഫർമേഷൻ ആർക്ക് കൊടുക്കാൻ പറ്റും? ഒരു സിവിൽ എഞ്ചിനീയർക്ക് കൊടുക്കാൻ പറ്റും. ഇതേപോലെ തന്നെ ഒരു പാടത്തെത്തി, ആ പാടത്ത് എന്തു വന്നാലും ഭൂമിയുടെ ബെയറിംഗ് കപ്പാസിറ്റി വളരെ കുറവായിരിക്കും. ഒരു പറമ്പിനെയോ മറ്റുള്ള സ്ഥലത്തിനെയോ അപേക്ഷിച്ച് കുറവായിരിക്കും. അവിടെയും ഇതേപോലെ തെറ്റായ രീതിയിൽ ഒരു നാരോ ബേസ് ടവർ സ്പോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഹെവി ലോഡ് ഒരു ബെയറിംഗ് കപ്പാസിറ്റി കുറഞ്ഞ സ്ഥലത്ത് മാനേജ് ചെയ്യലും ഭയങ്കര കോസ്റ്റിംഗ് ഇൻവോൾവ്മെന്റ് ആണ്. അതായത് അവിടുത്തെ ഭൂമിക്ക് ഈ ബെയറിംഗ് കപ്പാസിറ്റി അഫോർഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ പൈൽ ഫൗണ്ടേഷനിലേക്ക് പോകേണ്ടി വരും. പൈൽ ഫൗണ്ടേഷനിലേക്ക് പോകുമ്പോഴെന്താണ്? കോസ്റ്റ് വളരെയധികം ഹൈ ആണ്, ടൈം കൺസ്യൂമിംഗ് ആണ്. അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടുകൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോ അതാണ് ഓരോ ടവർ നമ്മൾ ഇറക്റ്റ് ചെയ്യുമ്പോഴും സ്പോട്ട് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? അതിന്റെ കൂടെ തന്നെ ഇരുന്നിട്ട് ഓരോ ടവർ സൈറ്റിന്റെയും സ്വഭാവം മനസ്സിലാക്കി അവിടുത്തെ ഫൗണ്ടേഷൻ ഏത് തരത്തിലാണെന്ന് കൂടി അനലൈസ് ചെയ്തിട്ട് ഒരു ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗ് എക്സ്പേർട്ട് കൂടി ഇരുന്നു കൊണ്ട്
ടവർ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എന്ത് ബെനിഫിറ്റ് കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ടവറിന്റെ ഫൗണ്ടേഷൻ കോസ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്ത് നിർത്താൻ പറ്റും. സിമിലർലി ഓരോ ടവറും നമ്മൾ ഈ ഉദാഹരണമായിട്ട് KLA, KLB, KLC, KLD എന്ന് പറഞ്ഞത് 4 കാറ്റഗറിയിലുള്ള ടവർ നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ A ടവറിനെ സസ്പെൻഷൻ ടവർ എന്നും BCD ടവറിനെ ടെൻഷൻ ടവേഴ്സ് എന്നും പറയും. അപ്പൊ A ടവർ 0 to 2 ഡിഗ്രി വരെ ഉപയോഗിക്കാനും, B ടവർ 0 to 15 ഡിഗ്രി വരെ ഉപയോഗിക്കാനും, C ടവർ 15 ഡിഗ്രി to 30 ഡിഗ്രി വരെ ഉപയോഗിക്കാനും, D ടവർ 13 ഡിഗ്രി to 60 ഡിഗ്രി വരെ ഉപയോഗിക്കാനും നമുക്ക് പറ്റും. പക്ഷേ ഇത് മാത്രമല്ല, അത് ഒരു ടവർ ഡിസൈൻ എഞ്ചിനീയർ ഇൻവോൾവ് ചെയ്തിട്ട് ടവർ സ്പോട്ടിംഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു അവസരത്തിലും ടവറിന്റെ എണ്ണം കുറക്കാൻ സാധിക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു KLA സീരീസ് ടവർ 0 to 2 ഡിഗ്രി ഇതിൽ ഉപയോഗിക്കാൻ വേണ്ടിയും, KLB ടവർ 2 to 15 ഡിഗ്രി ഉപയോഗിക്കാൻ വേണ്ടിയും, KLC ടവർ 15 to 30 ഡിഗ്രിയാണ്. 15 to 30 ഡിഗ്രി എന്നുള്ളത് 0 to 30 ഡിഗ്രി എന്നും കൂടി കൂട്ടി വായിക്കാം. D ടവർ 30 to 60 ഡിഗ്രി എന്നുള്ളത് 0 to 60 ഡിഗ്രി എന്നും കൂടി കൂട്ടി വായിക്കാം. അത് D ടവറിനെ ഡെഡ് എൻഡ് ടവർ ആയിട്ടും ട്രീറ്റ് ചെയ്യാം. ഡെഡ് എൻഡ് ടവറും എന്തുകൊണ്ടാണ് 0 to 60 ഡിഗ്രിയിൽ ഉപയോഗിക്കാം എന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടവറിന്റെ ലോഡ് കാൽക്കുലേഷൻ അറിയുന്ന ഒരു വ്യക്തിക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കും. എങ്ങനെയാണ് ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നതെന്ന് വെച്ചാൽ, ടവറിലെ ലോഡിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കണ്ടക്ടറിലുള്ള ടെൻഷൻ. ആ ടെൻഷൻ ലോഡ് അതിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഒരു റിലയബിലിറ്റി കണ്ടീഷനിൽ 2T sin phi by 2 ആണെങ്കിൽ അതിലെ ഫൈ എന്ന് പറയുന്ന വാല്യൂ ഡീവിയേഷനെ ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പൊ 60 ഡിഗ്രി ഡീവിയേഷന് ബന്ധപ്പെട്ട് ഒരു ടവർ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താ സംഭവിക്കുക, 2T sin phi by 2 എന്നുള്ള കമ്പോണന്റിൽ വലിയൊരു വാല്യൂ കിട്ടും. അപ്പൊ 60 ഡിഗ്രി ഡീവിയേഷനിൽ നമുക്ക് യാതൊരു ഓപ്പർച്യൂണിറ്റിയും ഇല്ല. ഈ പറയുന്ന KLD ടവറോ GLD ടവറോ തന്നെയാണ് ഉള്ളത്. പക്ഷേ നമ്മൾക്ക് എവിടെയെങ്കിലും ഗ്രൗണ്ട് ക്ലിയറൻസ്, ഉദാഹരണമായിട്ട് ഒരു ഭൂമിയുടെ സ്വഭാവത്തിൽ ഒരു നടുവിലൊരു പാടവും 2 എൻഡിലെ ഒരു മലയും, ഈ 2 മലകൾ തമ്മിൽ 600 മീറ്ററോളം വ്യത്യാസമോ 700 മീറ്ററോ വ്യത്യാസമുണ്ടെങ്കിൽ നമ്മൾ ഈ ടവറുകളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്ന വെയിറ്റ് സ്പാൻ എന്ന് പറഞ്ഞാൽ 335 മീറ്റർ ആണെങ്കിൽ 335 മീറ്റർ ആണെങ്കിൽ നമ്മുടെ 2 സ്പാനുകൾ തമ്മിൽ ഉള്ള വെയിറ്റ് സ്പാൻ കൺസിഡർ ചെയ്തുകൊണ്ട് CBIP മാനുവലിനെ ബേസ് ചെയ്തുകൊണ്ടാണ് 335 മീറ്റർ ആണ് നമ്മുടെ ഡിസൈൻ സ്പാൻ എങ്കിൽ നമ്മൾക്ക് 60 ഡിഗ്രി ആംഗിളിലാണ് ഈ പർട്ടിക്കുലർ സ്പോട്ട് ഉള്ളത് എങ്കിൽ നമുക്ക് യാതൊരു ഓപ്ഷനും ഇല്ല, 335 ഡിഗ്രിയിൽ അത് തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ ഞാനിത് എന്തുകൊണ്ടാണ് 0 to 60 30 to 60 ഡിഗ്രി എന്ന് പറയുന്നത് പോലെ 0 to 60 ഡിഗ്രി പറയാൻ കാരണം, ഇങ്ങനെ ഒരു നടുവിലൊരു പാടവും 2 സ്ഥലത്തും ഒരു ഉയർന്ന മലയും, പക്ഷെ 2 മലകൾ തമ്മിൽ 600 മീറ്റർ ഗ്യാപ്പ് ഉള്ളുമെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഗ്രൗണ്ട് ക്ലിയറൻസ് അവിടെ പേടിക്കണ്ടല്ലോ. നടുവിൽ വളരെയധികം ഡിപ്പായി കിടക്കുകയാണ്, 2 സൈഡിലും ഓരോ മല കിടക്കുകയാണ്. അപ്പൊ നടുവിൽ യാതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനത്തെ സ്ഥലത്ത് 600 മീറ്റർ നടുവിൽ പാടത്തൊരു ടവർ ഇടാതെ 2 മലകളിൽ മാത്രം ഒരു ടവർ ഇടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ നമുക്ക് ഒരു ടവറിന്റെ കോസ്റ്റ് കുറയാം. അപ്പൊ അതെങ്ങനെ അവിടെ കിട്ടുന്നത് എന്ന് കരുതി കഴിഞ്ഞാൽ, അവിടെ നോർമലി ആ ഡീവിയേഷൻ യാതൊന്നുമില്ല, ഒരു സസ്പെൻഷൻ ടവർ ഇടേണ്ട ലൈനാണെങ്കിൽ നമ്മൾ അവിടെ ഒരു KLD ടവർ 2 അടിയും ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ബെനിഫിറ്റ് കിട്ടും. അത് എങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റുക, ഈ ട്രാൻസ്മിഷൻ ടവർ ഡിസൈൻ എക്സ്പേർട്ടും കൂടി ഇൻവോൾവ് ചെയ്തപ്പെട്ടിട്ടുണ്ടെങ്കിലേ പറ്റുള്ളൂ. എങ്ങനെയാണ്, നമ്മൾ ഈ ട്രാൻസ്മിഷൻ ടവർ ഡിസൈനിൽ നമ്മളതിന്റെ ലോഡ് അനലൈസ് ചെയ്യുമ്പോൾ ഓരോ സ്പാനിലുമുള്ള ടെൻഷനെ ബന്ധപ്പെട്ട് ഒരു ഹെവി ലോഡ് ഉണ്ട്. ആ ലോഡ് ഡീവിയേഷൻ ആംഗിളിനെ ബന്ധപ്പെട്ടുള്ളതാണ്. 60 ഡിഗ്രി ആംഗിളിന് വേണ്ടി ഡീവിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ലോഡ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ടവർ ഡിസൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ, ഇപ്പോൾ അതിന് ഡീവിയേഷൻ 0 ഡിഗ്രി ആണോ 2 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് ആ ടെൻഷനിൽ കിട്ടുന്ന ലോഡിന്റെ ബെനിഫിറ്റ്
സ്പാനിൽ കൂട്ടിക്കൊണ്ട് നമുക്ക് KL, BO, CO, DO ഡിപ്പെൻസ് ഓൺ ആ പറയുന്ന രണ്ട് മലകൾ തമ്മിലുള്ള ഗ്യാപ്പ് കൺസിഡർ ചെയ്തുകൊണ്ട്, കാരണം ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു ഗവേണിംഗ് വിഷയമാണെങ്കിലും രണ്ട് മലകൾ അപ്പുറം ഇപ്പുറം ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് പാടത്തെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു വിഷയം ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഇങ്ങനെ നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഉപയോഗിച്ച് ഒരു ടവർ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് ടവർ ഇട്ടിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് പോകാൻ സാധിക്കും. അപ്പൊ ഈ ഓപ്പർച്യൂണിറ്റികളൊക്കെ നമ്മൾ ടവർ സ്പോട്ടിങ്ങിൽ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഇത് സ്പോട്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് എഞ്ചിനീയറിംഗ് എക്സ്പേർട്സും ഒരുമിച്ചിരുന്ന ഫൗണ്ടേഷൻ ഡിസൈനിൽ എന്തൊക്കെ ഒപ്റ്റിമൈസേഷൻ ചെയ്യാം, അതുപോലെ ടവർ ഡിസൈൻ എക്സ്പേർട്ടിൽ എന്തൊക്കെ ഒപ്റ്റിമൈസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോ ഇതാണ് ഞാൻ ആമുഖമായിട്ട് ഈ ടവർ സ്പോട്ടിംഗ് ആണ് നമ്മുടെ ഒരു ടവർ ട്രാൻസ്മിഷൻ ടവർ ഡിസൈനിലെ ആദ്യത്തെ ഒരു ഐറ്റം എന്നുള്ളതുകൊണ്ട് അതിൽ മുതൽ നമ്മൾ ഇൻവോൾവ് ചെയ്താൽ നമുക്ക് കോസ്റ്റ് കുറക്കാനും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് ഉണ്ടാക്കാനും സാധിക്കും. ട്രാൻസ്മിഷൻ ടവർ ഡിസൈൻ ബേസിക്സും അതുപോലെ ഫൗണ്ടേഷൻ ഡിസൈൻ ബേസിക്സും കൂടി പറഞ്ഞുകൊണ്ട് തീർക്കാമെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേങ്കിൽ വീഡിയോയുടെ ദൈർഘ്യം കൂടിയതിനാൽ ഇനിയും ബോർഡ് അവസരം തരുവാണെങ്കിൽ ഇതിൻ്റെ ട്രാൻസ്മിഷൻ ടവർ ഡിസൈൻ്റെ ബേസിക്സ്, ഫൗണ്ടേഷൻ ഡിസൈൻ അതൊക്കെ ഡീറ്റെയിൽഡായി ചെറു വീഡിയോസായിട്ട് ചെയ്ത് അവതരിപ്പിക്കുവാൻ ഞാൻ തയ്യാറാണ്. ഇതിൻ്റെ ആമുഖം എന്ന നിലയിൽ ടവർ സ്പോട്ടിങ്ങിന് ബന്ധപ്പെട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഘട്ടം ട്രാൻസ്മിഷൻ ടവർ ഡിസൈൻ ബേസിക്സ്, ഫൗണ്ടേഷൻ ഡിസൈൻ ബേസിക്സ്, ഡീറ്റെയിൽഡ് ഡിസൈൻ എന്നിവ ബോർഡ് അനുവദിച്ചാൽ അവതരിപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. താങ്ക് യു.